ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും ഗ്രാമ്പു, പട്ട, ഏലക്ക, തക്കോലി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 സ്പൂണ് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക, അത് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു ആ സെയിം പാനിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 2 വറ്റൽമുളകും 1/4 കപ്പ് ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തതും പിന്നെ ഒരു വലിയ സവാളയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് 1 പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി വളരെ കുറച്ച് മതി. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടി മസാല പുരട്ടി വെച്ചിട്ടുള്ള ഒരു 700 ഗ്രാം ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ടി പാകത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ചിക്കനിൽ നിന്നും വെള്ളം വരും. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ നന്നായിട്ട് നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. താങ്ക് യു.